എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രോണിക്സ് പഠനം മലയാളത്തിൽ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ്സിൽ ബേസിക് കാര്യങ്ങളായ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ എന്നിവയെക്കുറിച്ച് ലളിതമായി വിവരിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് അഥവാ ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്ന് പഠിക്കാം. ഇലക്ട്രോണുകളെയോ ഇലക്ട്രോണുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഫീൽഡുകളെയോ ബാധിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ അടിസ്ഥാനപരമായ ഒരു ഭൗതിക വസ്തുവോ അടിസ്ഥാനപരമായ ഒരു ചെറിയ ഉപകരണത്തെയോ ആണ് ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് അഥവാ ഇലക്ട്രോണിക്സ് ഘടകം എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയോ ആ ഇലക്ട്രോണിന്റെ പ്രവാഹം മൂലമുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഫീൽഡുകളെയോ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ ഒരു ഘടകം. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും എന്താണ് ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ അറിവ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് കോമ്പോണൻസ് എന്ന് നോക്കാം. അടിസ്ഥാനപരമായി ഇലക്ട്രോണിക്സ് കോമ്പോണൻസുകൾ രണ്ട് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. നമുക്കവ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ആക്റ്റീവ് കോമ്പോണൻസ് അഥവാ സജീവ ഘടകങ്ങൾ. രണ്ടാമത്തേത് പാസീവ് കോമ്പോണൻസ് അഥവാ നിഷ്ക്രിയ ഘടകങ്ങൾ. ഇങ്ങനെ ആക്റ്റീവ് കോമ്പോണൻസ് ആൻഡ് പാസീവ് കോമ്പോണൻസ് എന്ന രണ്ട് തരത്തിലാണ് എല്ലാ കോമ്പോണൻസുകളെയും തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ആക്റ്റീവ് കോമ്പോണൻസ് എന്ന് നോക്കാം. ഒരു ഉപകരണത്തിന് അഥവാ ഒരു ഘടകത്തിന് അവയുടെ പ്രവർത്തനത്തിന് ഒരു ബാഹ്യ ഊർജം ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് പ്രവർത്തിക്കാൻ വേണ്ട ഊർജം നൽകുകയോ ചെയ്യുന്ന ഉപകരണങ്ങളെ അല്ലെങ്കിൽ ഘടകങ്ങളെ ആണ് സജീവ ഘടകങ്ങൾ അഥവാ ആക്റ്റീവ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കോമ്പോണൻസിന് ഒരു എക്സ്റ്റേണൽ പവർ അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരു ഊർജം ഉണ്ടെങ്കിലേ അത് അതിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയുള്ളൂ എങ്കിൽ അത്തരം ഘടകങ്ങളെയാണ് ആക്റ്റീവ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമായ പവർ ഊർജം കൊടുക്കുന്ന കോമ്പോണൻസുകൾ, ഇവയാണ് ആക്റ്റീവ് കോമ്പോണൻസ്. ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ, ഇവയൊക്കെ എക്സ്റ്റേണൽ പവർ കൊടുത്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഒരു സർക്യൂട്ടിന് ആവശ്യമായ ഊർജം കൊടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആക്റ്റീവ് കോമ്പോണൻസ് ആണ് ബാറ്ററി. ഏറ്റവും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, എളുപ്പത്തിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കോമ്പോണൻസ് ആണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് കോമ്പോണൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നമുക്ക് എന്താണ് പാസീവ് കോമ്പോണൻസ് എന്ന് നോക്കാം. അതായത് ഇത്തരം കോമ്പോണൻസുകൾക്ക് പ്രവർത്തിക്കാൻ ഒരു ബാഹ്യമായ ഊർജം ആവശ്യമില്ലാത്ത തരത്തിലുള്ള കോമ്പോണൻസോ അഥവാ ഊർജം സ്വീകരിക്കുകയോ വികിരണം ചെയ്യുകയോ ചെയ്യുന്ന കോമ്പോണൻസ്. അതായത് യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ എനർജിയും ഈ കോമ്പോണൻസിന് പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ ഒരു എനർജീനെ സ്വീകരിക്കുക മാത്രമോ അല്ലെങ്കിൽ ഒരു എനർജീനെ വികിരണം ചെയ്യുകയോ ചെയ്യുന്ന കോമ്പോണൻസ്. അപ്പൊ പാസീവ് കോമ്പോണൻസിന് ഉദാഹരണങ്ങളാണ് റെസിസ്റ്ററുകൾ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, സ്വിച്ച്. ഇവയൊക്കെ പാസീവ് കോമ്പോണൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഈ പാസീവ് കോമ്പോണൻസിന് എന്ത് വേണ്ട, എക്സ്റ്റേണൽ ഒരു എനർജിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ സെൻസറുകൾപ്പെട്ട LDR, തെർമിസ്റ്റർ, ഇവയൊക്കെ പുറമേ നിന്ന് ഊർജത്തെ സ്വീകരിച്ചിട്ട് അതിന് തുല്യമായ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഘടകങ്ങളാണ് അഥവാ കോമ്പൗണ്ട്സ് ആണ്. ഇത് പാസീവ് കോമ്പൗണ്ട്സുകളാണ്. ഇപ്പൊ നമുക്ക് ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്താണെന്നും പാസീവ് കോമ്പൗണ്ട്സ് എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ കോമ്പൗണ്ട്സുകളെ കുറിച്ച് വിശദമായി പഠിക്കാം. ഇപ്പോൾ ചിത്രത്തില് നമുക്ക് ഇടത് സൈഡിൽ ആക്റ്റീവ് കോമ്പൗണ്ടുകളും വലത് സൈഡിൽ പാസീവ് കോമ്പൗണ്ടുകളും ഏതൊക്കെയാണെന്ന് വിവരിച്ചിട്ടുണ്ട്. ആക്റ്റീവ് കോമ്പൗണ്ടുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ട്രാൻസിസ്റ്റർ, ഡയോഡ്, LED, ഫോട്ടോ ഡയോഡ്, ICകള്, ഡിസ്പ്ലേ, ബാറ്ററി. ഇവയെല്ലാം എന്തിനാണ്, ആക്റ്റീവ് കോമ്പോണന്റ് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അതേപോലെ തന്നെ പാസീവ് കോമ്പോണൻസ് വിഭാഗത്തിൽപ്പെടുന്നവയാണ് റെസിസ്റ്ററുകൾ, LDR, തെർമിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, സ്വിച്ച്, വേരിയബിൾ റെസിസ്റ്റർ, ട്രാൻസ്ഫോമർ തുടങ്ങിയവയെല്ലാം പാസീവ് കോമ്പോണൻസിൽ പെടുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ്. വരും ക്ലാസ്സുകളിൽ നമുക്ക് കോമ്പോണൻസിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ കോമ്പോണൻസിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.